നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിരുന്നിൽ എൻ.കെ. പ്രേമചന്ദ്രൻ എം.പി. പോയതിൽ തെറ്റില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എൻ.കെ. പ്രേമചന്ദ്രനെതിരായി വിവാദമുണ്ടാക്കുന്നത് മറ്റൊന്നും പറയാനില്ലാത്തതിനാലാണെന്ന് സതീശൻ കുറ്റപ്പെടുത്തി. ബി.ജെ.പി. പോലെ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് തട്ടാനുള്ള CPM-ന്റെ കളി കയ്യിൽ വെച്ചാൽ മതി. ഇടതുപക്ഷ വർത്തമാനം പറയുകയും തീവ്ര വലതുപക്ഷ നിലപാടെടുക്കുകയും ചെയ്യുന്ന പാർട്ടിയായി CPM മാറിയെന്നും അദ്ദേഹം ആരോപിച്ചു. ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനാണ് പ്രേമചന്ദ്രൻ. പ്രധാനമന്ത്രി കേരളത്തിൽ വന്നപ്പോൾ സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയും പോയിരുന്നല്ലോ. മുഖ്യമന്ത്രിയുടെ ആ നിൽപ്പ് സഹിക്കാൻ പറ്റില്ലെന്ന് മാത്രമാണ് ഞങ്ങൾ പറഞ്ഞിരുന്നത്. പ്രേമചന്ദ്രനെതിരെ വിവാദമുണ്ടാക്കുന്നത് മറ്റൊന്നും പറയാനില്ലാത്തതുകൊണ്ടാണ്. പിണറായിയെ രാഷ്ട്രീയമായി എതിർക്കുമ്പോഴും അദ്ദേഹം വിളിക്കുന്ന യോഗത്തിൽ പ്രതിപക്ഷ നേതാവും MLA-മാരും പങ്കെടുക്കാറുണ്ട്. അതുപോലെയാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് പ്രേമചന്ദ്രന് ക്ഷണമുണ്ടായത്. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കി വോട്ട് തട്ടാൻ BJP കളിക്കുന്ന അതേ കളിയാണ് കേരളത്തിൽ CPM കളിക്കുന്നതെന്നും സതീശൻ പറഞ്ഞു. വർഗീയ ധ്രുവീകരണത്തിനുള്ള കളി CPM കയ്യിൽ വെച്ചാൽ മതിയെന്നും സതീശൻ പറഞ്ഞു. പ്രേമചന്ദ്രൻ ഇന്ത്യയിലെ ഏറ്റവും മികച്ച പാർലമെന്റേറിയനും ജനങ്ങൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ജനപ്രതിനിധിയുമാണ്. അദ്ദേഹം പ്രധാനമന്ത്രിക്കൊപ്പം ഭക്ഷണം കഴിച്ചതിൽ എന്ത് വിവാദമാണുള്ളത്? പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനും യാത്ര അയക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ പോയതിൽ ഒരു തെറ്റുമില്ല. പക്ഷേ ആ നിൽപ്പ് സഹിക്കാൻ പറ്റില്ലെന്ന് മാത്രമേ ഞങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. വന്യമൃഗങ്ങൾ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങുന്നത് നിരന്തരമായി സംഭവിക്കുകയാണ്. ബത്തേരിയിൽ മാത്രം 5 കടുവകളെയാണ് കണ്ടത്. മാനന്തവാടിയിൽ ഉൾപ്പെടെ ജനങ്ങൾ ഭീതിയിലാണ്. എന്നിട്ടും സർക്കാർ ചെറുവിരൽ അനക്കുന്നില്ല. ജില്ലയുടെ ചാർജുള്ള വനം മന്ത്രി അങ്ങോട്ട് പോകുന്ന പോലുമില്ല. കണ്ണൂരിൽ ആന ചവിട്ടിക്കൊന്നയാളുടെ വിധവയ്ക്ക് ജോലി നൽകാൻ പോലും സർക്കാർ തയ്യാറായിട്ടില്ല. കൃഷിനാശമുണ്ടായ 7000 കർഷകർക്കാണ് നഷ്ടപരിഹാരം നൽകാനുള്ളത്. കഴിഞ്ഞ ഡിസംബർ വരെയുള്ള 9 മാസത്തിനിടെ 85 പേരാണ് വന്യജീവി ആക്രമണത്തിൽ മരിച്ചത്. 2016 മുതൽ 909 പേരാണ് മരിച്ചത്. എന്നിട്ടും ബജറ്റിൽ നീക്കിവെച്ചിരിക്കുന്നത് 48 കോടി രൂപ മാത്രമാണ്. വന്യജീവി ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടപ്പെടുന്നവരോടും കൃഷിയിടങ്ങൾ നഷ്ടപ്പെടുന്നവരെയും സർക്കാർ നിസ്സാരവൽക്കരിക്കുകയാണ്. അയൽ സംസ്ഥാനങ്ങളുമായി ചർച്ചയ്ക്ക് മുൻകൈ എടുക്കേണ്ടത് സർക്കാരാണ്. അല്ലാതെ കർണാടകത്തിൽ നിന്നും ആന ഇറങ്ങിയ കാര്യം സിദ്ധരാമയ്യ പിണറായിയെ വിളിച്ചു പറയണോ? എന്നിട്ടും ഒന്നും ചെയ്യില്ലെന്ന നിലപാടിലാണ് കേരള സർക്കാർ. 1 മാസമായി ആന കേരള വനമേഖലയിൽ ഉണ്ടെന്ന് സംസ്ഥാന വനം വകുപ്പിനും അറിയാമായിരുന്നു. എന്നിട്ടും സർക്കാർ ഒന്നും ചെയ്തില്ല. കേരളത്തിലെ ജനങ്ങളാണ് ഇരകൾ. അതുകൊണ്ട് തന്നെ കേരള സർക്കാരാണ് നടപടി സ്വീകരിക്കേണ്ടത്. ഭയമുള്ളത് കൊണ്ടാണ് ജനങ്ങൾ വൈകാരികമായി പ്രതികരിക്കുന്നത്. വനം നിയമം കാലാനുസൃതമായ മാറ്റം വരുത്തണമെന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ സർക്കാരിന് പ്രതിപക്ഷം പിന്തുണ നൽകും. എന്നാൽ ഇക്കാര്യത്തിൽ സർക്കാരിന് ഒരു പദ്ധതികളുമില്ല. ഇത്തരം വിഷയങ്ങൾ നിയമസഭയിൽ പ്രതിപക്ഷം ഗൗരവത്തോടെ അവതരിപ്പിക്കുമ്പോൾ മന്ത്രിമാരുടെ മറുപടി കേട്ടാൽ തലയിൽ കൈവെക്കും. ഒരു വിഷയത്തിലും വനംവകുപ്പ് മന്ത്രിക്ക് വ്യക്തതയില്ല. ആരേത് നല്ല കാര്യം കൊണ്ടുവന്നാലും അതിനെ എതിർക്കും. പിന്നീട് വർഷങ്ങൾക്ക് ശേഷം അതേ കാര്യം നടപ്പാകും. അതാണ് ഇപ്പോൾ നടക്കുന്നത്. സ്വാശ്രയ മേഖലയെ എതിർത്തവരാണിവർ. അതിൻ്റെ പേരിലാണ് കൂത്തുപറമ്പ് വെടിവെപ്പ് ഉൾപ്പെടെ ഉണ്ടായത്. പുഷ്പന്റെ പേര് പറഞ്ഞ് എന്തുമാത്രം വോട്ട് ചോദിച്ചവരാണിവർ. അങ്ങനെയുള്ളവരാണ് LDF-ലോ CPM-ലോ ചർച്ച ചെയ്യാതെ കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടിന് വിരുദ്ധമായ തീരുമാനം ബജറ്റിൽ പ്രഖ്യാപിച്ചത്. ഇടതുപക്ഷ വർത്തമാനം പറയുകയും തീവ്ര വലതുപക്ഷ നിലപാടെടുക്കുകയും ചെയ്യുന്ന പാർട്ടിയാണ് CPM. 1/4 നൂറ്റാണ്ടിനിടെ കാസർഗോഡ് നടന്ന ഏറ്റവും വലിയ രാഷ്ട്രീയ സമ്മേളനമാണ് ഇന്നലെ സമരാഗ്നി ഉദ്ഘാടനത്തിൽ കണ്ടത്. 60,000 വോട്ടിന് തോറ്റ മട്ടന്നൂരിൽ പരിപാടിക്കെത്തിയ പകുതി പേരെ ഗ്രൗണ്ടിൽ ഉൾക്കൊള്ളിക്കാനായില്ല. കണ്ണൂരിലേക്ക് യാത്ര എത്തിയപ്പോൾ ജനപങ്കാളിത്തം എത്ര ഉണ്ടായിരുന്നുവെന്ന് മാധ്യമങ്ങൾ കണ്ടതാണ്. കാസർഗോഡും കണ്ണൂരും നടത്തിയ ജനകീയ ചർച്ച സദസ്സുകളിൽ പാവങ്ങളുടെ സങ്കടങ്ങളാണ് കോൺഗ്രസ് നേതാക്കൾ കേട്ടത്. പെൻഷൻ ഉൾപ്പെടെ ഒരു ആനുകൂല്യങ്ങളും കിട്ടുന്നില്ല. സർക്കസ് കലാകാരന്മാർക്ക് 9 മാസമായി പെൻഷനില്ല. ദുർഭരണത്തിന്റെ ഇരകളായ പാവങ്ങളുമായുള്ള ആശയവിനിമയമാണ് നടന്നത്. ഇതാണ് നവകേരള സദസ്സും സമരാഗ്നിയും തമ്മിലുള്ള വ്യത്യാസം. രാവിലെ വിഭവസമൃദ്ധമായ ബ്രേക്ക്ഫാസ്റ്റ് ഇല്ലാതെ സാധാരണക്കാരുമായാണ് ഞങ്ങൾ സംവദിക്കുന്നത്. വന്ന എല്ലാവരെയും കണ്ടു. അല്ലാതെ മുഖ്യമന്ത്രിയെ പോലെ തെരഞ്ഞെടുക്കപ്പെട്ടവരുമായി മാത്രമല്ല സംസാരിച്ചത്. ജനങ്ങൾ ഉന്നയിച്ച പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആത്മാർത്ഥമായി പരിശ്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നേരത്തെ പ്രേമചന്ദ്രനെ പിന്തുണച്ച് K. മുരളീധരനും രംഗത്തെത്തിയിരുന്നു. പ്രധാനമന്ത്രിയുടെ വിരുന്നിൽ പങ്കെടുത്തതിന്റെ പേരിൽ N.K. പ്രേമചന്ദ്രനെ സംഖ്യയാക്കാൻ അനുവദിക്കില്ലെന്നായിരുന്നു മുരളീധരൻ പറഞ്ഞത്. രാഷ്ട്രീയം വേറെ, വ്യക്തിബന്ധം വേറെ. വ്യക്തിപരമായി ആര് വിളിച്ചാലും പോകും. സ്വന്തം അന്തർധാര മറച്ചുപിടിക്കാൻ CPM കാണിക്കുന്ന പാപ്പരത്തമാണ് ഇപ്പോഴത്തെ വിമർശനമെന്നും മുരളീധരൻ പറഞ്ഞിരുന്നു.